ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡെയിലി വ്ളോഗ്സൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ലോങ് വീഡിയോ ഒന്നും ഞാൻ അധികം ഇടാറേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യൂസ് വളരെ കുറവായിരുന്നു. ഇപ്പം ഞാൻ ഡെയിലി ഓരോ വീഡിയോ വീതം ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഇന്ന് രാവിലെ തന്നെ ആലുവിനെ സ്കൂളിലേക്ക് വിടുവാണ്. ആദ്യം ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി. ഇന്ന് ഫ്രൂട്ട്സും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സുമാണ് കൊടുത്തിരിക്കുന്നത് സ്നാക്സായിട്ട്. അതുപോലെ മുട്ട ഉപ്പേരിയാക്കിയതും കുഞ്ഞിപ്പത്തിരിയും ലഞ്ചിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആപ്പിളും അതുപോലെ ഫിഗും ബ്ലൂബെറിയാണ് കേട്ടോ സ്നാക്സ് ബോക്സിലുള്ളത്. മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കുഞ്ഞിപ്പത്തിരിയാണ്. അതുതന്നെയാണ് അന്നുവിനും കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് പിന്നെ ദോശയായിരുന്നു. അന്നുമോളാണെങ്കിൽ ഇപ്പോൾ എന്നും മാല് പോകുന്ന അതേ സമയത്ത് തന്നെ എണീക്കാറുണ്ട്. അതുപോലെ അവൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവൾക്കും വേണം. ഇന്ന് തെറ്റിയിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്. കാരണം അവൾക്ക് നമ്മളെ വീട്ടിൽ നിന്ന് കണ്ടില്ല, മുന്നിലാണ് റോഡ്. അവിടേക്ക് അവൾക്ക് ബൈക്കിൽ പോകണമെന്ന് വാശിയായിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോൾ ഞാൻ ഇന്നൊരു ഫലൂദ ഉണ്ടാക്കാൻ വിചാരിച്ചു. എൻ്റെ അടുത്ത് കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആകെ ആപ്പിളും അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് നട്ട്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്തത് ഒരു പ്ലേറ്റിലാക്കിയിട്ടുണ്ട്. കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത് സേമിയയും പാലും പഞ്ചസാരയും ചേർത്താണ്. ഇനി ഞാൻ ഇതെല്ലാം ഒരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ആ പാലിൻ്റെ മിക്സാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെ ഫ്രൂട്ട്സും എല്ലാം കൂടി നട്ട്സും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അതും കൂടി ആക്കി. പിന്നെ കസ്കസ് ഒഴിച്ചു. അങ്ങനെ ലെയർ ചെയ്തു. പെട്ടെന്നുണ്ടായ ഒരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഒന്നും തണുപ്പിക്കാൻ വെക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമ്മൾ പാലും അതുപോലെ കസ്കസും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നത് നല്ലതായിരുന്നു. അതുപോലെ ഷുഗർ സിറപ്പിൽ നമ്മുടെ ഫ്രൂട്ട്സ് ഇട്ട് വെച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കണം. ഇതാ നമ്മുടെ ഫലൂദ, തട്ടിക്കൂട്ട് ഫലൂദ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റ് ഒന്നുമല്ല. പിന്നെ നമ്മൾ കുറച്ച് പുളിയുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആലും മഞ്ഞുമാണ് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. കാരണം എല്ലാം ടേസ്റ്റുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മോളുടെ ഉടുപ്പ് ഇന്നലെ കുറച്ച് വർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ ബാക്കി കുറച്ചും കൂടി ചെയ്തു. ഞാൻ ഇച്ചിരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. രാത്രിയായപ്പോൾ ഞാൻ ഒന്നും വെച്ചില്ലായിരുന്നു. ഉച്ചക്കത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ 2 പൊറോട്ടയും വാങ്ങി. അതിൻ്റെ ശേഷം രാത്രി കിടക്കാൻ നേരമായപ്പോൾ ഒരു ലൈം ടീയും കൂടിയും കുടിച്ചു. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് റൂമിലേക്ക് വന്നപ്പോൾ ഇവിടെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പുറത്ത് ഇരുന്നിട്ട് ഒരാൾ ചായ കുടിക്കുന്നു, ഒരാൾ അലമാര തുറന്നിട്ട് വലിച്ചിടുന്നു. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.